ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ദിനാശംസകൾ. ഇന്ന് ഞാനിവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത്, ഒരു 20 to 25 ഉള്ളിൽ ചെറിയ ഉള്ളി, അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് വേപ്പില, പച്ചമുളക് ഒരു 5 എണ്ണം നടുകീറി വെച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ബീഫ് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വേപ്പില, സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിരുമ്പിയെടുക്കണം. ഈ സമയത്ത് സ്വല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം, ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിൽ വരുമ്പോഴേക്കും, എന്നിട്ട് ഓഫ് ചെയ്തിട്ട് എയർ പോയാൽ തുറന്ന് നോക്കിയാൽ മതിയാവും. പിന്നെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ 5-6 വിസിൽ വരുത്തിയിട്ട് ഞാൻ ഓഫ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ബീഫ് വേവിക്കാൻ വെച്ച നേരം കൊണ്ട് പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളിയെല്ലാം വാട്ടിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതിൽ ചെറുതായി ഒന്ന് വാടി വരണം. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് സവാള കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നന്നായി വഴറ്റിയെടുക്കണം. സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേപ്പിലയും പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചും കൂടെ നമ്മളൊന്ന് നല്ല ബ്രൗൺ കളറാവുന്ന വരെ വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറിയിട്ട് നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സിമ്മിൽ വെക്കണം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ സിമ്മിൽ തന്നെ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതിയാവും. ഈ സമയത്ത് വേണമെങ്കിൽ സ്വല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതിൽ നിന്ന് കിടന്ന് നന്നായിട്ട് റോസ്റ്റായി വരാനാണ്. സ്മെല്ലെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്നവരേക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇതിൽ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ബീഫ് ഞാനൊരു 5-6 വിസിലോളം വരുത്തിയിട്ടുണ്ടാവും. ഒരു 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടും പിന്നീട് സിമ്മിൽ വെച്ചിട്ടും വിസിൽ വരുത്തിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിടണം. ഒരു എയർ പോയ ശേഷം തുറന്നു നോക്കി ഒരുവിധം നന്നായി വെന്തിട്ടിരിക്കുന്നുണ്ടാവും. ഇനി അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. പറയാൻ വിട്ടുപോയതാണ്. പെട്ടെന്ന് ബീഫ് വെന്ത് വരാനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് കൂട്ടി വയ്ക്കാം. ഇതിന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കിയിട്ട് ഇനി ഇതിൽ വെള്ളം വറ്റി വരുന്നവരെ നമ്മളിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തപ്പോൾ ഇതാ എത്രയും വറ്റി വന്നിട്ടുണ്ട്. ബീഫിലുള്ള വെള്ളമെല്ലാം ഇതിൽ തന്നെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എടുക്കുമ്പോൾ ഒരു സെമി ഗ്രേവി പോലെ തിക്ക് ഗ്രേവി പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വരട്ടിയെടുക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കിപ്പോൾ ഇനി ഒരു തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളെപ്പോഴും നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അടി കട്ടിയുള്ള ചീഞ്ചട്ടിയിലും മതിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാലൻസ് എടുത്ത് വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതോടൊപ്പം തന്നെ പെപ്പർ പൗഡർ ബാലൻസ് ഇരുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. സ്വല്പം വേപ്പില കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട് ഇളക്കിയിട്ട്. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ബീഫ് വരട്ടിയത് റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്